ഹായ് ഓൾ. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 2 തുടങ്ങിയിട്ടുണ്ട്. ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് ജെഫ്രി ചോസർ, കാൻറ്റർബറി ടെയിൽസ് വരെ നമ്മൾ നോക്കി. ഇനി നോക്കാനുള്ളത് വില്യം ലാംഗ്ലൻഡ്, പയസ് ദ പ്ലോമൻ, ജോൺ ഗവർ ആ ഒരു സെക്ഷനും, ഒറിജിൻ ഓഫ് ബ്രിട്ടീഷ് ഡ്രാമ, മിറാക്കിൾ, മൊറാലിറ്റി ആൻഡ് മിസ്റ്ററി പ്ലേസ് ആൻഡ് ഇൻ്റർലൂഡ്സ് എന്ന് പറയുന്ന ഭാഗവുമാണ്. ജെഫ്രി ചോസറിൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടംപററി കൂടെയായിരുന്നു വില്യം ലാംഗ്ലൻഡ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് പിയേഴ്സ് ദ പ്ലോമൻ അഥവാ പയേഴ്സ് ദ പ്ലോമൻ എന്നും പറയാം. പ്ലോമൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കർഷകനാണ്, കിളയ്ക്കുന്നൊരു വ്യക്തിയാണ് പയേഴ്സ് ദ പ്ലോമൻ. ഇതാണ് ആ ഒരു വർക്കിൻ്റെ ടൈറ്റിലാണ് പയേഴ്സ് ദ പ്ലോമൻ. എഴുതിയ ഓഥറാണ് വില്യം ലാംഗ്ലൻഡ്. ചോസറിൻ്റെ കണ്ടംപററി ആയിരുന്നു. അലഗറിക്കൽ നരേറ്റീവ് പോം ഇൻ മിഡിൽ ഇംഗ്ലീഷ്. സോ ഈ ഒരു കവിതയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അലഗറി ആയിരുന്നു. അലഗറി മീൻസ് നമുക്കൊരു മോറൽ കഥ പറഞ്ഞു തന്നിട്ട് അതിലൂടെ നമ്മൾ നന്മയുടെ വഴിയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയില്ലേ, അതാണ് അലഗറിക്കൽ നരേറ്റീവ് പോം. ഇറ്റ് ഡീൽസ് വിത്ത് റിലീജിയസ് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം. മതപരമായിട്ടുള്ള ബന്ധമുണ്ട്, എന്നാൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ക്രിറ്റിസിസം ഇതിനകത്ത് വരുന്നുണ്ട്. ഇറ്റ് യൂസസ് എ ഡ്രീം വിഷൻ ഫ്രെയിം വർക്ക്. ഇതൊരു ഫ്രെയിം നരേറ്റീവാണ്, പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രീം വിഷൻ എന്ന് പറയും. സ്വപ്നത്തിൽ കാണുന്ന ഒരാൾ ഉറങ്ങുന്നു, അയാളുടെ സ്വപ്നമാണ് കഥയായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാൻറ്റർബറി ടെയിൽസിൽ യാത്രക്കാർ പറയുന്ന കഥയാണ് അടുത്ത കഥയായിട്ട് വരുന്നതെങ്കിൽ ഇവിടെ ഒരാൾ ഉറങ്ങുന്നു, അയാളുടെ സ്വപ്നമാണ് കഥയായിട്ട് വരുന്നത്. ഹൈലൈറ്റ്സ് ദ സ്ട്രഗിൾ ഓഫ് ദി കോമൺ മാൻ ആൻഡ് ദി കറപ്ഷൻസ് ഇൻ സൊസൈറ്റി ആൻഡ് ചർച്ച്. ഒരു മനുഷ്യൻ്റെ സ്ട്രഗിൾസും അയാൾ നേരിടേണ്ടി വരുന്ന കഷ്ടതകളെ പറ്റിയിട്ടും അതേസമയം സൊസൈറ്റിയുടെയും പള്ളിയുടെയും ചർച്ചിൻ്റെയും അഴിമതികളെ പറ്റിയിട്ടും ഈ ഒരു കഥയുടെ ഉള്ളിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. കവിതാ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ, കവിതയാണ്. പയേഴ്സ് ദ പ്ലോമൻ ഈസ് റിട്ടൺ ബൈ വില്യം ലാംഗ്ലൻഡ് ഇൻ ദി 14th century. എ ലോങ് അലഗറിക്കൽ ആൻഡ് തിയോളജിക്കൽ പോം ഇൻ അലിറ്ററേറ്റീവ് വേഴ്സ്. തിയോളജിക്കൽ പോം എന്ന് പറയുമ്പോഴത്തേക്കും മതപരമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കവിതയാണ്. നരേറ്റർ എന്ന് പറയുന്നത് വില്ലാണ്, ഹു സീക്സ് ട്രൂത്ത് ത്രൂ എ സീരീസ് ഓഫ് ഡ്രീംസ്. വില്ലെന്ന് പറയുന്നൊരു മനുഷ്യൻ, വിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഉറക്കത്തിൽ അഥവാ സ്വപ്നത്തിലൂടെ സത്യത്തിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് പയേഴ്സ് ദ പ്ലോമൻ എന്ന് പറയുന്ന കവിത പോകുന്നത്. ദ പോം ബിഗിൻസ് വിത്ത് ദി നരേറ്റർ വിൽ ഫോളിങ് എ സ്ലീപ്പ് ആൻഡ് എൻറ്ററിങ് എ ഡ്രീം വിഷൻ. കവിത തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വില്ലെന്ന് പറയുന്ന നരേറ്റർ ഉറങ്ങുന്നുണ്ട്, ഉറക്കത്തിലൊരു ഡ്രീം കാണുന്നുണ്ട്. ഇൻ ഹിസ് ഡ്രീം ഹി സീസ് വേരിയസ് അലഗറിക്കൽ ഫിഗേഴ്സ് റെപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊസൈറ്റി, സം വിർച്വസ് സം കറപ്റ്റ്. സ്വപ്നത്തിൽ പല ആൾക്കാരും പല അലഗറിക്കൽ ഫിഗേഴ്സായിട്ടാണ് കാണുന്നത്. ചിലർ വിർച്വസ് ആണ്, നല്ല മനുഷ്യരാണ്, ചിലർ അഴിമതിക്കാരാണ്, മോശപ്പെട്ട മനുഷ്യരാണ്. ഹി ബിഗിൻസ് എ സ്പിരിച്വൽ ജേർണി ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് വിച്ച് സിംബലൈസസ് ഗോഡ് ആൻഡ് സാൽവേഷൻസ്. സത്യത്തിനെ കണ്ടുപിടിക്കാൻ അഥവാ ദൈവത്തിനെയും സാൽവേഷൻ എന്ന് പറയുമ്പോൾ മുക്തി അഥവാ മോക്ഷവും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പിരിച്വൽ ജേർണിയിലോട്ടാണ് ഇദ്ദേഹം പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. As Will travels through the vision, he encounters Piers, a poor but honest plowman who agrees to help the people find truth, but only if they work honestly and live morally. അങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പയേഴ്സ് എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ട്രൂത്തിനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷേ ഒറ്റൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ ഓണസ്റ്റായിട്ട് ജീവിച്ച് മോറലായിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ മാത്രമേ സഹായിക്കത്തുള്ളൂ. ഇദ്ദേഹം കലപ്പ വെച്ചിട്ട് കിളയ്ക്കുന്ന ഒരു മനുഷ്യനാണ്, എന്നിട്ട് പോലും ഇത്രയും വലിയൊരു എത്തിക്കൽ ചിന്താഗതിയുള്ളൊരു ആളാണ്. പയേഴ്സ് ബിക്കം എ സിംബൽ ഓഫ് ദി ഐഡിയൽ ക്രിസ്ത്യൻ, emphasizing that salvation comes not from status or rituals but from faith, humility and good deeds. വളരെ വലിയൊരു സിംബലിസമാണ് കാണിക്കുന്നത്. അദ്ദേഹം ഐഡിയൽ ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ, നല്ലിടയൻ അല്ലെങ്കിൽ നല്ലൊരു സത്യക്രിസ്ത്യാനി എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. സാൽവേഷൻ അഥവാ നമ്മുടെ മോക്ഷം, മുക്തി എന്ന് പറയുന്നത് പണക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ ചടങ്ങുകൾ ചെയ്തതുകൊണ്ടോ വരുന്നതല്ല. അത് വിശ്വാസത്തിലൂടെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിലൂടെയാണ് നമുക്കൊരു മുക്തി കിട്ടുന്നതെന്ന് പയേഴ്സ് സിംബലൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. The poem ends with a deeper vision of Christ, the last judgment and struggle between virtue and sin in every human soul. അവസാനത്തെ ഒരു ജഡ്ജ്മെൻറ്റ്, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും ക്രൈസ്റ്റിനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഈ ഒരു ഡ്രീമിലൂടെ തന്നെ വില്ലിനെയും കൊണ്ട് പയേഴ്സ് ദി പ്ലോമൻ സാൽവേഷനിലേക്ക്, ട്രൂത്തിനെയും കൊണ്ട് ദൈവത്തിലേക്ക് എത്തുന്നത്. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ.
നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ദൈവത്തിന് കാശ് കൊടുത്താലും പള്ളിയിൽ പോയി എന്തെങ്കിലും ചടങ്ങ് ചെയ്യുന്നതിലല്ല, മനുഷ്യരെ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം കള്ളത്തരമില്ലാതെ ജീവിക്കുന്നു, അതാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ തരുന്നിടത്താണ് കവിത അവസാനിക്കുന്നത്. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പയസ് ഡിപ്ലോമൻ സിംബലൈസിങ് ക്രൈസ്റ്റ്, വിർച്യു ആൻഡ് ഓണസ്റ്റ് ലേബർ. പിന്നെ ഉണ്ടായിരുന്നത് വില്ലാണ്. അദ്ദേഹം ഒരു സാധാരണ ഓർഡിനറി മനുഷ്യനെയാണ് പോർട്രേ ചെയ്യുന്നത്. സ്വപ്നത്തിലൂടെ സാൽവേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനകത്ത് വന്നിരുന്ന തീംസ് എന്ന് പറയുന്നത് മോറൽ ഡീക്കേ ഓഫ് സൊസൈറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നർ പൈറ്റി ഓവർ എക്സ്റ്റേണൽ റിച്വൽസ്. പുറമേ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ നമ്മുടെ ഒരു ഇന്നർ പ്യൂരിറ്റിയാണ് വലുതെന്ന് പറയുന്നു. ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിൻ്റെയും ചാരിറ്റിയുടെയും ആൾക്കാരെ സഹായിക്കുന്നതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഡിവൈഡഡ് ഇൻ ടു പാസസ് അഥവാ സെക്ഷൻസ് എന്നാണ് അതിനെ പറയുന്നത്, അഥവാ പാസസ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ പല പല സെക്ഷനായിട്ടാണ് കവിത പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഓഫ് മിഡീവൽ ഇംഗ്ലീഷ് പോംസ് ആയിട്ട് ഇന്ന് കരുതപ്പെടുന്നു. ഇനി ഒരു മൈനർ പോയറ്റും കൂടി നമുക്ക് ആ ഒരു സമയത്ത് പറയാനുണ്ട്, ജോൺ ഗവർ. ഹി ഈസ് ഓൾസോ ദി കണ്ടംപററി ഓഫ് ചോസർ. ഹി ഓൾസോ റോട്ട് ഇൻ ലാറ്റിൻ, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. 3 ഭാഷയിലും നമ്മുടെ ചോസറിനെ പോലെ തന്നെ എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു ജോൺ ഗവർ. അദ്ദേഹം മോറലായിട്ടും ഡൈഡാക്റ്റിക്കായിട്ടും നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് മിറർ ഡെ ലൊമെ, ഫ്രഞ്ച് വേർഡാണത്. വോക്സ് ക്ലമൻറ്റിസ്, ഇംഗ്ലീഷ്. ദെൻ കൺഫെസിയോ അമാൻറ്റിസ് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് വർക്കും എഴുതിയിട്ടുണ്ട്. എത്തിക്സ്, ലൈഫിൽ വരുന്ന എത്തിക്സിനെ പറ്റിയിട്ടും ലവിനെ പറ്റിയിട്ടും സ്നേഹത്തിനെ പറ്റിയിട്ടും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടുമായിരുന്നു ജോൺ ഗവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒറിജിൻ ഓഫ് ബ്രിട്ടീഷ് ഡ്രാമ, എവിടെ നിന്നുമാണ് ബ്രിട്ടീഷ് ഡ്രാമ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാടകങ്ങളുടെ ഒരു ഉത്ഭവം എന്നുള്ളതാണ് നോക്കുന്നത്. ദി ഒറിജിൻ റൂട്ടഡ് ഇൻ റിലീജിയസ് റിച്വൽസ് സിമിലർ ടു ഗ്രീക്ക് തിയേറ്റർ. ഗ്രീക്ക് തിയേറ്ററിൻ്റെ ഉത്ഭവം പോലെ തന്നെ റിലീജിയസ് പരമായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളിനെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ഡ്രാമയുടെ ഉത്ഭവം വരുന്നത്. ഡ്രാമ ബിഗൻ ആസ് എ മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ചർച്ച് ഡോക്ട്രൈൻസ്. ചർച്ചിൻ്റെ തത്വങ്ങളെ പറ്റിയിട്ടും ചർച്ചിൻ്റെ വിശ്വാസങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് ഡ്രാമ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. മിഡീവൽ പ്രാക്ടീസസ് ഓഫ് ജസ്റ്റിംഗ് ആൻഡ് മൈമിങ് ഇവോൾവ് ഇൻ ടു പ്ലേസ്. മിഡീവൽ കാലഘട്ടത്തിൽ മൈമിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആംഗ്യങ്ങൾ വെച്ചിട്ട് കാണിക്കുന്നത്. ഇനി ജസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്യൂസ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ജസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളും ഡ്രാമയിലേക്ക് പിന്നെ കൊണ്ടെത്തിച്ചു. ഇനിഷ്യലി പെർഫോംഡ് ബൈ ക്ലർജിമൻ ഇൻസൈഡ് ചർച്ചസ് ഡ്യൂറിങ് ഈസ്റ്റർ. ആദ്യം ഇതിൻ്റെ ഒരു നാടകമെന്ന് പറയുന്നൊരു രീതി തുടങ്ങുന്നത് ഈസ്റ്റർ കാലഘട്ടത്തിൽ. ഈസ്റ്ററിൻ്റെ സമയത്ത് ക്ലർജിമൻ, അതായത് പള്ളിയിലുള്ള ആൾക്കാർ, പുരോഹിതന്മാരാണ് നാടകങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാജുവലി മൂവ്ഡ് ഫ്രം ചർച്ച് യാർഡ്സ് ടു പബ്ലിക് സ്പേസസ്. അപ്പോൾ ചർച്ച് യാർഡിൽ, ചർച്ചിൻ്റെ അങ്കണത്തിൽ അല്ലെങ്കിൽ ചർച്ചിൻ്റെ മുറ്റത്തിൽ ചെയ്തു തുടങ്ങിയ നാടകങ്ങൾ പിന്നീട് പതിയെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നീണ്ടുവരാൻ തുടങ്ങി. ഗിൽസ്മൻ ഇവൻച്വലി ടുക്ക് ഓവർ പെർഫോമൻസ്. ഗിൽസ്മൻ എന്ന് പറയുന്നത് മെർച്ചൻസ് ആണ്, അതായത് ഓരോ സ്ഥലത്ത് പോയി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഗിൽസ്മൻ. അവരാണ് പിന്നീട് കച്ചവടത്തിന് പോകുന്ന ആ ഒരു വഴിക്ക് തന്നെ ഇതിൻ്റെ പെർഫോമൻസും അവർ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവൽ 1311 പ്ലേഡ് എ കീ റോൾ ഇൻ പബ്ലിക് പെർഫോമൻസസ്. 1311 ഒരു ഫെസ്റ്റിവലുണ്ട്, കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1311 തുടങ്ങി വെച്ച ഒരു ആചാരം പോലത്തെ ഒരു സംഭവമാണ്, ഒരു ഫെസ്റ്റിവലാണ്. റോമൻ കാത്തലിക്കുകാർ യഥാർത്ഥത്തിലുള്ള ജീസസിൻ്റെ ബോഡി കണ്ടുപിടിച്ചു ഈ ഒരു സമയത്ത്, ഈ ഒരു കോർപ്പസ് ടൈമിൽ. കോർപ്പസ് എന്ന് പറയുന്നത് ബോഡിയാണ്. സോ ക്രൈസ്റ്റിൻ്റെ ബോഡി കണ്ടുപിടിച്ചതിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഘോഷമായിട്ടാണ് കോർപ്പസ് ക്രിസ്റ്റി പറയുന്നത്. ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നേരത്തെ സിലബസിൽ പറഞ്ഞപ്പോൾ കേട്ട ഓർമ്മയുണ്ടെങ്കിൽ മിറാക്കിൾ, മൊറാലിറ്റി, മിസ്റ്ററി, ഇൻ്റർലൂഡ്സ് 4 രീതിയിലാണ്, 4 ടൈപ്പ് നാടകങ്ങളാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് മിറാക്കിൾ പ്ലേസ് പെർഫോംഡ് ഡ്യൂറിങ് കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവൽ ബേസ്ഡ് ഓൺ ബിബ്ലിക്കൽ സ്റ്റോറീസ് ഓർ ലൈവ്സ് ഓഫ് സെയിൻസ്. കോർപ്പസ് ക്രിസ്റ്റി ടൈമിൽ തന്നെ ആയിരുന്നു മിറാക്കിൾ പ്ലേസും സ്റ്റേജ് ചെയ്തിരുന്നത്. ബിബ്ലിക്കൽ സ്റ്റോറീസ് ഓർ ലൈവ്സ് ഓഫ് സെയിൻസ്, ബൈബിൾ കഥകൾ, ബൈബിളിനകത്തുള്ള കഥകളോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തിയുടെ കഥകളോ ഒക്കെയാണ് മിറാക്കിൾ പ്ലേസിൻ്റെ ആധാരമായിട്ടുള്ളത്. ഒറിജിനേറ്റഡ് ഇൻസൈഡ് ദി ചർച്ച് ആൻഡ് വെയർ ബിബ്ലിക്കൽ ഇൻ നേച്ചർ.
പ്രധാനമായിട്ടും ചർച്ചിനുള്ളിലാണ് ഈ ഒരു മിറാക്കിൾ പ്ലേസ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ബൈബിളിൽ നിന്നുമാണ് വരുന്നത്. റെപ്രസെൻറ്റഡ് ബിബ്ലിക്കൽ ഹിസ്റ്ററി ഫ്രം ക്രിയേഷൻ ടു ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ബൈബിളിലെ തുടക്കത്തിൽ തന്നെ ഉൽപ്പത്തി മുതൽ അവസാനത്തെ ഒരു ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളും മിറാക്കിൾ പ്ലേസ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇൻക്ലൂഡഡ് കോമിക് ഡയലോഗ്സ് ആൻഡ് വിറ്റി എക്സ്ചേഞ്ചസ്. വളരെ വിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കോമഡി എന്നല്ല കേട്ടോ, ബുദ്ധിപരമായിട്ടുള്ള എക്സ്ചേഞ്ചസും കോമഡി വരുന്ന ഡയലോഗ്സും ഒക്കെ ആയിരുന്നു ഈ ഒരു നാടകങ്ങളുടെ ഹൈലൈറ്റ്. കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവലിൻ്റെ തന്നെ ഒരു 4 മേജർ സൈക്കിൾസാണ് നമുക്ക് പറയാൻ പറ്റുക. യോർക്ക്, ടൗൺലി, ചെസ്റ്റർ, കവൻട്രി. യോർക്ക് സൈക്കിളിൽ 48 പ്ലേസ് ഉണ്ടായിരുന്നു. ചെസ്റ്റർ സൈക്കിളിൽ 24 പ്ലേസ്. വേക്ക്ഫീൽഡ് സൈക്കിൾ എന്ന് പറയുന്നത് ടൗൺലി എന്ന് പറയുന്ന സൈക്കിളിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ 30 പ്ലേസ് ഉണ്ടായിരുന്നു. ദെൻ കവൻട്രി സൈക്കിളിൽ 42 പ്ലേസ്. ഇത് ഇൻസ്റ്റഡ് ഓഫ് ലാറ്റിൻ കവൻട്രി സൈക്കിളിൽ ഫുള്ള് യൂസ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇതൊരു നാഷണൽ ഡ്രാമാറ്റിക് ട്രഡീഷന് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓർക്കേണ്ട കാര്യം, മിസ്റ്ററി പ്ലേസ് നടത്തിക്കൊണ്ടിരുന്നത് ചർച്ചിൻ്റെ ഉള്ളിലായിരുന്നു. ബൈബിൾ സ്റ്റോറീസും പിന്നെ കുറച്ച് സെയിൻസിൻ്റെ ലൈഫും ഒക്കെയാണ് കാണിച്ചിരുന്നത്. ക്ലർജിമെൻ തന്നെയാണ് ഇതിൻ്റെ ഒരു അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അഭിനേതാക്കളായിട്ട് വരുന്നത്. കോർപ്പസ് ക്രിസ്റ്റി ടൈമിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. കോമഡി ഉണ്ട്, പിന്നെ കുറച്ച് വിറ്റി ആയിട്ടുള്ള എക്സ്ചേഞ്ചസും ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മൊറാലിറ്റി പ്ലേസ്. എമേർജ്ഡ് ഇൻ ദി ലേറ്റ് 15th century ഫോളോയിങ് മിറാക്കിൾ പ്ലേസ്. മിറാക്കിൾ പ്ലേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉത്ഭവിച്ച് വന്നതായിരുന്നു മൊറാലിറ്റി പ്ലേസ്. ക്യാരക്ടേഴ്സ് വെയർ പേഴ്സോണിഫിക്കേഷൻ ഓഫ് വിർച്യൂസ് ആൻഡ് വൈസസ്. വിർച്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങൾ, വൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം ഗുണങ്ങൾ. മൊറാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മോറൽ ലെസൺസ് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ക്യാരക്ടേഴ്സിനെ തന്നെ ഓരോ വിർച്യൂസ് ആയിട്ടാണ്. ഇപ്പോൾ കൈൻഡ്നെസ്, ക്രൂവൽറ്റി, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ തന്നെ വരുന്നത്. സോ ഈ ഒരു വിർച്യൂസ് ആവട്ടെ വൈസസ് ആവട്ടെ അതിൻ്റെയൊക്കെ മനുഷ്യരൂപങ്ങളാണ് മൊറാലിറ്റി പ്ലേസിനകത്ത് വരുന്നത്. എയിംഡ് ടു ടീച്ച് ക്രിസ്ത്യൻ വാല്യൂസ് ത്രൂ അലഗറി. ക്രിസ്ത്യൻ വാല്യൂസ് അലഗറി എന്ന് പറയുമ്പോൾ ഗുണപാഠങ്ങൾ വെച്ചിട്ട് ക്രിസ്ത്യൻ വാല്യൂസിനെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു മൊറാലിറ്റി പ്ലേസിൻ്റെ ഒരു ലക്ഷ്യം. ഫോക്കസ്ഡ് ഓൺ മോറൽ ലെസൺസ് വിത്ത് ഡെഫിനിറ്റ് പ്ലോട്ട്സ്. ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കഥ, തുടക്കം ഉണ്ടാവും, അവസാനം ഉണ്ടാവും, എന്നിട്ട് അവസാനം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മോറൽ ലെസണും ഈ ഒരു മൊറാലിറ്റി പ്ലേസിൻ്റെ ഉള്ളിലുണ്ടാവും. അടുത്ത പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബെസ്റ്റ് നോൺ മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് എവ്രി മാൻ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൊറാലിറ്റി പ്ലേ. റിട്ടൺ ഇൻ ക്രൂഡ് വേഴ്സ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഡയലോഗ് ആൻഡ് ക്യാരക്ടർ. സോ നമ്മുടെ എവ്രിമെനെ പറ്റിയിട്ടാണ് പറയുന്നത്. എവ്രിമെനെ പറ്റി പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള മൊറാലിറ്റി പ്ലേസ് എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. റിട്ടൺ ഇൻ ക്രൂഡ് വേഴ്സ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഡയലോഗ് ആൻഡ് ക്യാരക്ടർ. ക്രൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പുരാതനമായ എന്നാണ് പറയുന്നത്. വളരെ പുരാതനമായ ഒരു ലിപിയിലാണ് ഇത് എഴുതി പോന്നിരുന്നത്. പിന്നെ ഡയലോഗിനും ക്യാരക്ടറിനുമാണ് പ്രത്യേകമായിട്ടുള്ളൊരു ഫോക്കസ് കൊടുത്തിരുന്നത്. സോ നമ്മൾ മിറാക്കിൾ പറഞ്ഞു. മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഗുണപാഠങ്ങളെ പറ്റിയിട്ടാണ്. പേഴ്സോണിഫിക്കേഷൻ ഓഫ് വൈസസ് ആൻഡ് വിർച്യൂസ്. വൈസ് വിർച്യൂ എന്നുള്ള വേർഡ് ഓർത്തില്ലെങ്കിലും ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബാഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഓർത്താലും മതി. അടുത്ത് വരുന്നത് മിസ്റ്ററി പ്ലേസ് based on biblical stories from the Old and New Testaments, performed in the vernacular for common audiences. മിസ്റ്ററി പ്ലേസും മിറാക്കിൾ പ്ലേസും ഏകദേശം ഒന്നുപോലെ തോന്നും, പക്ഷേ ഒന്നല്ല. രണ്ടും ബൈബിൾ സ്റ്റോറീസ് തന്നെയാണ് പറയുന്നതെങ്കിലും അതിലെ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റിലെ രണ്ടിലെ കഥകളും എടുത്ത് പറയുന്നതാണ്. പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും കഥകൾ മിസ്റ്ററി പ്ലേസിൽ പറയുന്നുണ്ട്. പെർഫോംഡ് ഇൻ ദ വെർനാക്കുലർ ഫോർ കോമൺ ഓഡിയൻസസ്. നമ്മുടെ മിറാക്കിൾ പ്ലേസ് പള്ളിയുടെ ഉള്ളിലാണ് നടത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇത് കോമൺ ഓഡിയൻസിന് വേണ്ടിയിട്ട്, കോമൺ ആയിട്ട് ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ വെർനാക്കുലർ, അതായത് അവർ സംസാരിക്കുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓർഗനൈസ്ഡ് ഇൻ ടു സൈക്കിൾസ് ബൈ ഗിൽഡ്സ് പെർഫോംഡ് ഓൺ പേജൻറ്റ് വാഗൻസ്. ഗിൽഡുകൾ, മെർച്ചൻസ് ആണ് ഇത് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലാണ്ട് പള്ളിയിലച്ചന്മാരൊന്നും അല്ല. മെർച്ചൻസ് ആണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ പേജൻറ്റ് വാഗൻസ് എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് മെർച്ചൻറ്റ്മാർ ഒരു വേഗൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ വലിയ വാൻസൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ചലിക്കുന്ന തട്ടുകട എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ആ ഒരു വണ്ടികളാണ് പണ്ടത്തെ കാലത്ത് ആ ഒരു വലിയ തടിയുടെ വീലൊക്കെ വെച്ചിട്ട് വലിച്ച് കൊണ്ടുപോകുന്നതാണ് വാഗൻസ് എന്ന് പറയുന്നത്. അതിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. സോ ഒരു സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പായിട്ട് ഈ ഒരു വാഗനെയാണ് യൂസ് ചെയ്തിരുന്നത്. ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ക്രിയേഷൻ, നോവാസ് ആർക്ക്, നേറ്റിവിറ്റി ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് പറയുന്നുണ്ട്.
യൂസ്ഡ് ഹ്യൂമർ ആൻഡ് ലോക്കൽ റെഫറൻസസ് ഹാഡ് ഡ്രമാറ്റിക് ആൻഡ് റിലീജിയസ് അപ്പീൽ. സോ ഇത് വളരെയധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കൂടി ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഹ്യൂമർ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ റെഫറൻസസ് ആ ലൊക്കാലിറ്റിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഡ്രമാറ്റിക്കും ആയിരുന്നു, എന്നാൽ അതേസമയം റിലീജിയസ് അപ്പീലും ഉണ്ടായിരുന്നു. ഏതൊക്കെ സൈക്കിളിലാണ്? 4 സൈക്കിളിലും നാടകങ്ങളുണ്ടായിരുന്നു. യോർക്ക്, ചെസ്റ്റർ, വേക്ക്ഫീൽഡ്, കവൻട്രി. 4 സൈക്കിളിലും നമ്മുടെ ഈ ഒരു മിസ്റ്ററി പ്ലേസും മൊറാക്കിൾ പ്ലേസും ഒക്കെ വരുന്നുണ്ട്. ഹെൽപ്പ് ടു മേക്ക് റിലീജിയസ് സ്റ്റോറീസ് ആക്സസിബിൾ ടു ദി പബ്ലിക്. ഈ ഒരു നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്, റിലീജിയസ് സ്റ്റോറീസ് പബ്ലിക്കിലുള്ള ആൾക്കാർക്ക്, ഇനി പള്ളിയിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരാത്ത ആൾക്കാർക്കോ ഒക്കെ റിലീജിയസ് സ്റ്റോറീസിലോട്ടുള്ള ഒരു ആക്സസ് ഉണ്ടാക്കി കൊടുത്തു. അതിലൂടെ തന്നെ കുറച്ച് പേരെങ്കിലും മതം മാറ്റാനൊക്കെ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ടൈപ്പാണ് ഇൻ്റർല്യൂഡ്സ്. ട്രാൻസിഷൻ ഫോം ബിറ്റ്വീൻ മിഡീവൽ ആൻഡ് എലിസബേതൻ ഡ്രാമ പെർഫോംഡ് ഡ്യൂറിങ് ഓർ ബിറ്റ്വീൻ ലാർജർ എൻ്റർടൈൻമെൻറ്റ്സ്, ഷിഫ്റ്റഡ് ഫ്രം ഡൈഡാക്റ്റിക് ടു കോമിക് ടോൺ. നോ അലഗറിക്കൽ കണ്ടന്റ്, ഫോക്കസ്ഡ് ഓൺ ഹ്യൂമർ ആൻഡ് വിറ്റ്, ഫ്ലറിഷ്ഡ് അണ്ടർ ഹെൻറി ദി 8th. നമ്മുടെ ഈ പറഞ്ഞ 3 നാടകങ്ങളും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഇൻ്റർലൂഡ്സ് എന്ന് പറയുന്നത്. ഇൻ്റർലൂഡ്സ് എന്ന് പറയുന്നത് വലിയ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ആൾക്കാരൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർലൂഡ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർലൂഡ്സ് എന്ന് നമ്മൾ ഒരു ഇൻ്റർമിഷൻസ് എന്ന് പറയുന്ന പോലെ ഇടയിൽ നടത്തുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും വലിയൊരു ഡൈഡാക്റ്റിക് ഒരു നാടകം തന്നെ നമ്മളെ വളരെയധികം പഠിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കോമഡി ടോണുള്ള ഒരു സാധനമാണ് ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. ഹെൻറി 8th സമയത്താണ് ഇത് ഫ്ലറിഷ് ചെയ്ത് വരുന്നത്. ഇൻ്റർലൂഡ്സിനകത്ത് ഒരൊറ്റ അലഗറിക്കൽ കണ്ടൻറ്റ് പോലും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം, നമ്മൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും അലഗറിക്കൽ കണ്ടൻറ്റും ഇൻ്റർലൂഡ്സിനകത്തില്ല. നോട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോൺ ഹേവുഡിൻ്റെ ദി 4 Ps. ഓക്കെ, ദി 4 Ps എന്ന് പറയുന്നതാണ് ഇൻ്റർലൂഡ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരെണ്ണം. ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞത് നേരത്തെ മൊറാലിറ്റി പ്ലേയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എവ്രിമാൻ. അടുത്ത് പറയുന്നത് ഇൻ്റർലൂഡിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ദി 4 Ps. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഉറപ്പായിട്ടും ഒരു എസ്സേ ചോദിക്കുന്നത് നമുക്ക് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണിത്. പുതുതായി ഈ ടേബിളിൻ്റെ ഇമേജ്, ഈ ടേബിളിനകത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. മിസ്റ്ററി പ്ലേയുടെ തീം എന്തുമായിരുന്നു? ബിബ്ലിക്കൽ സ്റ്റോറീസ്. ഇത് AI ജനറേറ്റ് ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ സ്പെല്ലിങ് 1-2 മിസ്റ്റേക്സ് കിടപ്പുണ്ട്. ബിബ്ലിക്കൽ എന്ന് പറയുന്നതിന് ഒരു B മതി. അപ്പം അങ്ങനെ 1-2 റിലീജിയസ് എഡ്യൂക്കേഷൻ ഫോർ കോമൺ പീപ്പിളിൽ L കൂടുതലുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അല്ലാണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ബിബ്ലിക്കൽ സ്റ്റോറീസാണ് മിസ്റ്ററി പ്ലേസിൽ വരുന്നത്. ബൈബിൾ ഈവൻസും പിന്നെ ഗിൽഡുകളാണ്. കച്ചവടക്കാരാണ് ഓരോ വാഗൻസിൻ്റെ പുറത്ത് ഓരോ തടിയൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി പോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് അവിടെയാണ് സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്നത്. ക്യാരക്ടേഴ്സായിട്ട് ബൈബിളിലുള്ള ഫിഗേഴ്സിനെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ, സാധാരണ മനുഷ്യർക്ക് അവരുടെ ഇടയിലേക്ക് ചെന്നിട്ടാണ് ഈ ഒരു പ്ലേസ് നടത്തുന്നത്. യോർക്ക് സൈക്കിളിലും ചെസ്റ്റർ സൈക്കിളിലുമാണ് കൂടുതലായിട്ടും ഈ ഒരു നാടകങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ മിറാക്കിൾ പ്ലേസും അതുപോലെ കൊടുത്തിട്ടുണ്ട്. സെയിൻസിൻ്റെ ലൈഫും മിറാക്കിൾസുമാണ് കാണിക്കുന്നത്. സെയിൻറ്റുകളാണ് കൂടുതൽ ഫോക്കസ്. ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് സെയിൻറ്റുകൾ, സിന്നേഴ്സൊക്കെയാണ്. ടു ഇൻസ്പയർ പ്ലെറ്റിയുള്ള പൈറ്റിയാണ് ആൻഡ് പ്രൊമോട്ട് വെനറേഷൻ ഓഫ് സെയിൻസ്. സെയിൻറ്റുകളെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. ദ പ്ലേ ഓഫ് സെൻറ്റ് നിക്കോളാസ് എന്ന് പറയുന്നതാണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ മൊറാലിറ്റി പ്ലേ, അലഗറിക്കൽ മോറൽ ലെസൺസ്, മോറൽ സ്റ്റോറീസാണ് കൂടുതലും പറയുന്നത്. ഐഡിയാസ് ആസ് ക്യാരക്ടേഴ്സായിട്ടാണ് വരിക. ഇപ്പോൾ നല്ല മനുഷ്യൻ, മോശപ്പെട്ട മനുഷ്യൻ, കൈൻഡ്നെസ്, അങ്ങനെയൊക്കെയാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഓഫൻ വിത്ത് സട്ടിൽ പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നൊക്കെ ഈ ഒരു പ്ലേസ് കാണുമ്പോഴാണ് കൂടുതലും മനസ്സിലാവുക. എവ്രിമാൻ, മാൻകൈൻഡ്, ഈ 2 ഉദാഹരണങ്ങളും പറയുന്നുണ്ട് മൊറാലിറ്റി പ്ലേയിൽ. ഇനി ഇൻ്റർലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറ്ററിക്കൽ, ആക്ഷേപഹാസ്യം പോലെ കാണിക്കുന്നതിന് വളരെ ചെറുതായിരിക്കും. ഷോർട്ടർ, മോർ ഹ്യൂമറസ് ആണ്. കോമൺ പീപ്പിളും ക്ലൗൺസും ജോക്കേഴ്സിനെയൊക്കെ അതിനകത്ത് കാണിക്കാറുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണ് പ്രധാന ഉദ്ദേശം. ഫാൽക്കൺസ് ആൻഡ് ലുക്രീസ്, ദി 4 Ps ബൈ ജോൺ ഹേവുഡ്. അതിൻ്റെ ബാലൻസ് അവിടെ ഇല്ല, ജോൺ ഹേവുഡ് ഓൾറെഡി പറഞ്ഞതാണ്. സോ ഈ ഒരു
ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. ഇനി ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് പ്ലേ ആണെന്നുള്ളത് നോക്കുക. ഇതാ പ്രത്യേക ഒരു സ്റ്റേജ് ആക്കിയിട്ട് ആൾക്കാരുടെ ഇടയിൽ കാണിക്കുന്നുണ്ട് ഒരു പ്ലേ. ഇത് ഏത് പ്ലേ ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി സ്റ്റേജിൽ എന്തോ ഒരാൾ കണ്ട ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഏതോ ഒരു അത്ഭുത പ്രവൃത്തി പോലത്തെ ഒരാളാണ് മുകളിലുള്ള. അപ്പോൾ എന്ത് പ്ലേ ആയിരിക്കും അത്? ഇനി മൂന്നാമതിതാ അല്ലാണ്ട് ജസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഒരാൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ക്ലൗൺ ഫിഗർ പോലത്തെ ആൾക്കാരാണ് കേട്ടോ തൊപ്പിയൊക്കെ വയ്ക്കാറ്. ഇതാ സ്റ്റേജിലൊരു ദുഷ്ട മനുഷ്യൻ്റെ രൂപമുണ്ട്, അല്ലാത്ത സാധാരണ മനുഷ്യരുണ്ട്. അപ്പോൾ ഇത് ഏത് നാടകമായിരിക്കും? ഇത് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്തെടുത്ത പിക്ചേഴ്സാണ്. ഈ പിക്ചർ കാണുമ്പോഴേക്കും നന്നായിട്ട് നമുക്കൊന്ന് ഓർക്കാൻ പറ്റും ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒരു ക്വിസ് പോലെ നോക്കിയിട്ട് ഏത് നാടകമായിരിക്കും ഏതെന്ന് വരുന്ന ലെവലിലൊന്ന് 1 2 3 4 ഇട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലേ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.